ഹായ് നമസ്കാരം, ഞാൻ ഡോക്ടർ നബ്ല. ഇന്നത്തെ വീഡിയോയിൽ തംബ്നെയിലിൽ കണ്ടതുപോലെ നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ശരീരം വളരെ ഹെൽത്തി ആയിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള വെയിറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങൾ ക്രമീകരിച്ചാൽ തന്നെ നമുക്ക് വളരെയധികം മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരും. അതിൽ നമ്മൾ കഴിക്കുന്ന മാക്സിമം ജങ്ക് ഫുഡുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിലോട്ട് കൊണ്ടുവരിക. വീക്കിലി വൺസ് അല്ലെങ്കിൽ നമ്മൾ മാസത്തിൽ 1-2 പ്രാവശ്യം മാത്രം നമ്മൾ പുറത്തത്തെ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഔട്ടിങ് പോകുമ്പോൾ കഴിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ബർഗർ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി. കാരണം കുട്ടികളായാലും മറ്റുള്ളവരൊക്കെ തന്നെ ഇതിനോട് കൂടുതൽ അഡിക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ തീർച്ചയായും നമ്മൾ നിർബന്ധിതരാണ് അങ്ങനത്തെ ഒരു ഭക്ഷണം വാങ്ങാൻ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീട്ടിലൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു പാർട്ടി ഒക്കെ പോവുകയാണെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ നമ്മൾ നിർബന്ധിതരാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു അവസ്ഥയിൽ നമ്മൾ ഭക്ഷണം വളരെയധികം കുറയ്ക്കുക. ഒപ്പം നമ്മൾ വളരെ ക്വാണ്ടിറ്റി നമുക്ക് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ മാക്സിമം കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ രാവിലെ മുതൽ നമ്മൾ വൈകിട്ട് വരെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടുതലായിട്ട് നമ്മൾ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതായത് നമ്മളെ ഒരു നോർമൽ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ രാവിലെ മുതൽ കഴിക്കുന്നത് ഒരു പത്തിരി അല്ലെങ്കിൽ കറി അല്ലെങ്കിൽ ദോശ ചട്ടിനി അങ്ങനെ നമ്മുടെ ഒരു കോമ്പിനേഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ പല കോമ്പിനേഷൻസും നമ്മൾ വെറുതെ കുറേ കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുന്നു എന്നല്ലാതെ നമ്മുടെ ശരീരത്തിന് വേണ്ട പ്രോട്ടീൻസോ അല്ലെങ്കിൽ വൈറ്റമിൻസോ ഒന്നും നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നില്ല. അപ്പം നമ്മൾ ശരിക്കും നമ്മളുടെ കറക്റ്റ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് അല്ലെങ്കിൽ ആ ഒരു പ്ലേറ്റിനെ നമ്മൾ പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വളരെ കുറച്ച് എമൗണ്ട് മാത്രം നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിച്ചാൽ മതി. കൂടെ നമുക്ക് സാലഡുകൾ ഒരുപാട് കൂട്ടാം. അതായത് റോ വെജിറ്റബിൾസ് നമ്മളിപ്പം കുക്കുംബർ, ക്യാരറ്റ് അല്ലെങ്കിൽ ഒനിയൻ ഇത്തരത്തിലുള്ള വെജിറ്റബിൾസ് നമുക്ക് ഒരു പോർഷൻ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ എടുക്കുക. അതെന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കഴിക്കുന്നതാണ് വളരെ നല്ലത്. അതാകുമ്പോൾ നമുക്ക് വയറ് ഫില്ലായൊരു ഫീൽ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ചോറ് അല്ലെങ്കിൽ ഒരുപാട് മറ്റുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ വെജിറ്റബിൾസും അതുപോലെ ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ്, നമ്മൾ വെജിറ്റബിൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ റോ സാലഡ്സ് അതുപോലെ തന്നെ ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ്, അതായത് നമ്മൾ ഡെയിലി നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഉപ്പേരി ഉണ്ടാക്കുന്നില്ല, ആ ഒരു ഉപ്പേരി നമുക്ക് ചോറിനേക്കാളും കൂടുതൽ എമൗണ്ട് നമ്മൾ ഉപ്പേരി കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓയിലുകൾ അതുപോലെ തന്നെ അത്തരത്തിലുള്ള എണ്ണകൾ മാക്സിമം നമ്മൾ കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ രാവിലെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പികൾ ഉപയോഗിച്ച് ഇപ്പോൾ രാഗി ഉപയോഗിച്ചിട്ടുണ്ടാക്കാം, ഇപ്പോൾ നമുക്ക് ചെറുപയർ ഉപയോഗിച്ചിട്ടുണ്ടാക്കാം, ചെറുപയർ മുളപ്പിച്ചിട്ട് നമുക്ക് ദോശ ഇടാം, ഇഡ്ഡലി ഉണ്ടാക്കാം. അങ്ങനെ ഇത്തരത്തിലുള്ള ധാന്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ദോശ, ഇഡ്ഡലി അതുപോലെ തന്നെ പുട്ട്, ഓട്സ് ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ, ഓട്സ് പുട്ട് ഇതൊക്കെ കഴിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ വയറ് ഫില്ലായതുപോലെ തോന്നും. അതേസമയം തന്നെ നമുക്ക് കാലറീസ് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത് വളരെയധികം കുറവായിരിക്കും. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് എടുക്കുന്ന ഭക്ഷണം, ഞാൻ പറഞ്ഞു വളരെ കുറച്ച് ചോറും ഒരുപാട് ഉപ്പേരികളും അതുപോലെ തന്നെ സാലഡുകളും നമ്മൾ മാക്സിമം നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഞ്ച് കഴിഞ്ഞു നമ്മൾ ഈവനിങ് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ശീലമാണ് ചായയും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പലഹാരം കൂടെ കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ആ പലഹാരം നമ്മൾ കഴിക്കുമ്പോൾ മാക്സിമം ഓയിലുള്ള പലഹാരങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് ക്ലൈമറ്റ് നല്ല തണുപ്പുള്ള ക്ലൈമറ്റാണ് അല്ലെങ്കിൽ നമുക്ക് നല്ല മഴ പെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ളതാണ് നല്ലൊരു പഴംപൊരി, ചൂടുള്ള പഴംപൊരി അല്ലെങ്കിൽ എന്തെങ്കിലും എണ്ണയിൽ പൊരിച്ചൊരു വറുത്ത കടി കഴിക്കണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു സംഭവമാണ്. അപ്പം എന്നും അത് കഴിക്കുന്നത് നമ്മൾ ഒഴിവാക്കുക. പകരം നമ്മളത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യമൊക്കെ അത് കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ മാക്സിമം നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാളും നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഒന്നും കൂടി നല്ലത്. കാരണം ആ ഓയിലൊക്കെ വീണ്ടും ഉപയോഗിച്ച ഓയിലിനേക്കാളും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഓയിൽ എടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞ് ആ ഒരു സമയം നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള കടികൾ ഒഴിവാക്കിയിട്ട് പകരം നമുക്കൊരു ബൗൾ ഓഫ് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നമുക്ക് നട്ട്സുകളോ നമുക്ക് ആ നേരത്ത് കഴിക്കാം. ഒപ്പം ഗ്രീൻ ടീ നമുക്ക് അതിൻ്റെ കൂടെ എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നൈറ്റ് ഡിന്നർ എപ്പോഴും ഒരു 6:30-7 അല്ലെങ്കിൽ ഏറിപ്പോയ ഒരു 7:30 ഉള്ളിലായിട്ട്
നമ്മൾ ഡിന്നർ എപ്പോഴും ഫിനിഷ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതായത് ഡിന്നർ എന്ന് പറയുമ്പോൾ നമുക്ക് ലൈറ്റ് ഫുഡ്, അതായത് ജസ്റ്റ് ചപ്പാത്തി ആണെങ്കിൽ ചപ്പാത്തി, 2 ചപ്പാത്തി, കൂടെ നമുക്ക് എന്തെങ്കിലും മീറ്റ്, അതായത് ചിക്കൻ കഴിക്കുന്നവർക്ക് ചിക്കൻ, അല്ലെങ്കിൽ എഗ്ഗ് കഴിക്കുന്നവർക്ക് എഗ്ഗ് കഴിക്കാം. ഇതൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനി വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പല ആൾക്കാരും പല രീതിയിലാണ് വർക്കൗട്ട് ചെയ്യുന്നത്. വർക്കൗട്ട് നിർബന്ധമായും നമ്മൾ ചെയ്യേണ്ട ഒരാളാണ്. അത് മെലിയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തടിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ബോഡി ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നുമില്ല ആണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ വളരെ നമ്മുടെ മൈൻഡിനെ അത് വളരെയധികം ആക്റ്റീവായി നിർത്താനും നമുക്ക് ആ ഒരു ഡേ ഫുൾ പവർഫുള്ളായിട്ട് പെർഫോം ചെയ്യാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് വർക്കൗട്ട് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ജിമ്മിൽ പോയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പോയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വീടിൻ്റെ ചുറ്റും നടക്കാം, അല്ലെങ്കിൽ ജോഗിങ് ചെയ്യാം. ഇതൊക്കെ ഒരു വർക്കൗട്ടിൻ്റെ ഭാഗമാണ്. അത് നമ്മൾ വെയിറ്റ് ലോസിൻ്റെ കൂടെ തന്നെ നമ്മുടെ മൈൻഡിനെയും നമ്മുടെ ഓവറോൾ ബോഡീനെ ഹെൽത്തി ആയിട്ട് നിർത്താനും സഹായിക്കും. അപ്പോൾ ഒരിക്കലും വർക്കൗട്ട് ഒരു തടിച്ച ആൾക്കാർ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമായിട്ടുള്ളതല്ല. അത് നമ്മൾക്ക് പ്രായമായവരും ചെയ്യണം. കാരണം അവരുടെ മസിൽസൊക്കെ വളരെയധികം വീക്കായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം ആ ഒരു സ്റ്റേജിൽ നമ്മുടെ മസിൽസിനെ ആക്റ്റീവ് ആക്കി നിർത്താനും മസിൽസ് സ്ട്രോങ് ആവാനും നമ്മൾ ഹെൽത്തി ആയിരിക്കാനും ഇത് നിർബന്ധമായും നമ്മൾ ചെയ്യണം. അതായത് പ്രായമായവരും ചെയ്യണം, അതുപോലെ തന്നെ യങ് ആയിട്ടുള്ള ചെറുപ്പക്കാരും നിർബന്ധമായിട്ടും വർക്കൗട്ട് ചെയ്യണം. അത് തടിച്ചവരും മെലിഞ്ഞവരും എന്നൊന്നുമില്ല, എല്ലാ ആൾക്കാരും നിർബന്ധമായിട്ടും ചെയ്യണം. അപ്പം വർക്കൗട്ട് പല ആൾക്കാരും പല രീതിയിലാണ്, അതായത് പല രീതിയിൽ നിന്ന് ഉദ്ദേശിച്ച് പലതരത്തിലാണ് ചെയ്യുന്നത്. ഏതാണോ അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത്. ചിലവർക്ക് യോഗ ചെയ്യാനായിരിക്കും, ചിലർക്ക് നടക്കാനായിരിക്കും, ചിലവർക്ക് ജോഗിങ് ചെയ്യാനായിരിക്കും, ചിലവർക്ക് സൂംബ ഡാൻസ് ചെയ്യാനായിരിക്കും ഇഷ്ടം. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അത് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 അവർ നമ്മളുടെ ബോഡി നന്നായിട്ട് വിയർക്കണം. അതാണ് ശരിക്കുള്ള അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഫാറ്റ് ബേൺ ചെയ്യും, നമ്മുടെ മൈൻഡ് ആക്റ്റീവ് ആവും, നമ്മുടെ ശരീരത്തിലെ ഹാപ്പി ഹോർമോൺസ് റിലീസാവും. നമുക്ക് ആ ഒരു ഫുൾ ഡേ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡും എല്ലാം നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് മറക്കരുത്, തീർച്ചയായും നിങ്ങൾ എല്ലാവരും ചെയ്യുക. ഒപ്പം നമ്മൾ വർക്കൗട്ട് രാവിലെയും ചെയ്യാം, രാത്രി ചെയ്യേണ്ടവർക്ക് രാത്രിയും ചെയ്യാം. അപ്പോൾ ഏതാണോ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട്, ഇപ്പോൾ വർക്കിംഗ് ആൾക്കാർക്ക് രാത്രിയാണ് എളുപ്പം എന്നുണ്ടെങ്കിൽ ആ ഒരു നേരത്ത് നമുക്ക് രാത്രി ചെയ്തു കൊടുക്കാം. അപ്പോൾ ഈ രാത്രി ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും നമ്മൾ രാത്രിത്തെ ഭക്ഷണം ഒരു 7:30 ഉള്ളിൽ കഴിച്ചു കഴിഞ്ഞു, എന്നിട്ട് നമ്മളൊരു 1 അവർ 1.5 അവർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പാടുള്ളൂ. വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ബൗൾ വേണമെങ്കിൽ സാലഡ് കഴിക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ലൈറ്റ് ചൂടുള്ള പാലിൽ കുറച്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ നട്ട്സ് ഇട്ടിട്ട് കഴിക്കാം, അല്ലെങ്കിൽ മഞ്ഞളിട്ടിട്ട് കഴിക്കാം, എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്ക് കഴിക്കാം. മാക്സിമം ഈ ഒരു നമ്മൾ ഡയറ്റ് നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു സമയത്ത് മാക്സിമം ഷുഗർ നമ്മൾ ഒഴിവാക്കുക, അതുപോലെ തന്നെ ഓയിലി ഫുഡുകളും നമ്മൾ മാക്സിമം ഈ ഒരു സമയത്ത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ, അതുപോലെ തന്നെ ഫാറ്റി ലിവർ, അത്തരത്തിലുള്ള ഹൈ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ ഉള്ളത് കൊണ്ടുണ്ടാകുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അസുഖങ്ങളും നമുക്ക് ഈ ഒരു ഡയറ്റ് പ്രോപ്പറായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ സാധിക്കും. എന്ന് വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ജങ്ക് ഫുഡുകൾ ഒഴിവാക്കണം എന്നല്ല. കാരണം ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ഈവൻ എനിക്ക് പോലും അതിന് കഴിയാറില്ല നമ്മളീ പറയുമ്പോൾ. പക്ഷേ അത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ചയിലോ ആക്കി നമുക്ക് ചുരുക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് നമുക്ക് ഡയറ്റ് പ്രോപ്പറായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു ശരീരവും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. അപ്പം എല്ലാവരും ഇതേപോലെ ഫോളോ ചെയ്ത് ഡെയിലി നമ്മുടെ ശരീരം ഹെൽത്തിയായി നിൽക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.